അതിനിടയിൽ എം സ്വരാജിന്റെ പ്രതികരണം വളരെ ആവേശനിർഭരവും സ്നേഹോഷ്മളവും വികാരാധീക്ഷണവുമായ സ്വീകരണമാണ് നിലമ്പൂരിൽ ഇവിടുത്തെ വോട്ടർമാർ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുന്നു. LDF പ്രവർത്തകരും എല്ലാവരും ഒന്നടങ്കം എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. അതെ, നാടാകെ ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാ വിഭാഗം ആളുകളുമുണ്ട്. ഒരുപാട് മുഖങ്ങൾ വളരെ സുപരിചിതരാണ്. അതിലേറ്റവും ആവേശമുള്ളൊരു കാര്യം വ്യത്യസ്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരെ ഇവിടെ എനിക്ക് കാണാം. അത് തീർച്ചയായും ഞാൻ വളരെ ഹൃദയപൂർവ്വം ആ പിന്തുണ ഏറ്റുവാങ്ങുന്നു. നാട് ആവേശകരമായി സ്വീകരിക്കുന്നു. അതെ, തീർച്ചയായും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ഒരു വികാരോഷ്മളമായ വരവേൽപ്പിന്. അതും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. ഞാൻ ആ പിന്തുണ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കുന്നൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തമാശയായിട്ട് കണ്ടാൽ മതി. ഞങ്ങൾ അതിനൊന്നും മറുപടി പറയാറില്ലല്ലോ. അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് വിടാം. അൻവറിന്റെ നീക്കങ്ങൾ ഇപ്പോഴും അത് നമ്മുടെ പ്രശ്നമല്ല, അത് UDF ഒരു പ്രശ്നമാണ്. നമ്മൾ അതിലൊന്നും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ശരി. നിറഞ്ഞ സന്തോഷത്തോടെയുള്ള പ്രതികരണമാണ് എം സ്വരാജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറമായി നിലമ്പൂർ ഒരുമിച്ച് പൊതുസമ്മതമായ സ്ഥാനാർത്ഥി എന്നായിരുന്നു എം സ്വരാജിന്റെ CPM-നുള്ള വിമർശനം. അങ്ങനെ നിലമ്പൂർ ഒന്നിച്ച് തന്നെ സ്വീകരിക്കുന്നു. വികാരപരമായി താൻ അതിനെ കാണുന്നുവെന്ന് എം സ്വരാജ്. മറ്റ് വിമർശനങ്ങളെയൊക്കെ പ്രത്യേകിച്ചും അൻവർ എന്നത് അത് UDF-ന്റെ മാത്രം പ്രശ്നമാണ്, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് ഉറപ്പിക്കുകയാണ് എം സ്വരാജ്. വളരെ ആവേശത്തോടെ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കൊപ്പം അവിടെ തിങ്ങി നിറഞ്ഞ ആളുകൾ തന്നിൽ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസം കൂടിയാണ് എം സ്വരാജിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. നിറഞ്ഞ ആഘോഷത്തോടെയാണ്, ആവേശത്തോടു കൂടിയാണ് അത് ഇറങ്ങി വരുമ്പോൾ, പടിയിറങ്ങി വരുമ്പോൾ മുദ്രാവാക്യങ്ങൾ വിളിച്ച് സ്വീകരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ എം സ്വരാജ് ഒരു മോനെ അവിടെ കാണാൻ കഴിയും. പാർട്ടി പതാക പുതച്ചാണ് നിൽക്കുന്നത്. ഒരു ചുമലേറ്റ് വാങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ചുവന്ന ഷോളുകളും പൂമാലകളും എന്തിന് പുഷ്പവൃഷ്ടി തന്നെ നൽകിക്കൊണ്ടാണ് ഇടതുമുന്നണി എം സ്വരാജിനെ നിലമ്പൂരിലേക്ക് സ്വീകരിക്കുന്നത്. സ്വന്തം നാട്ടിന്റെ സ്വീകരണം വികാരപരമായി കാണുന്നുവെന്ന് എം സ്വരാജിന്റെ പ്രതികരണം. ആഘോഷത്തോടെ ആവേശത്തോടെ വീറോടെ എം സ്വരാജിനെ നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ആനയിക്കുകയാണ് ഇടതുപക്ഷ പ്രവർത്തകർ. നേരത്തെ എം സ്വരാജിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയും. അത് തനിക്ക് കിട്ടുന്ന സ്വീകാര്യതയാണ്. തനിക്ക് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമാക്കുകയാണ് എം സ്വരാജ്. വലിയ പിന്തുണ തീർച്ചയായും ഈ ഘട്ടത്തിൽ എം സ്വരാജിന് ലഭിക്കുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. ആര്യാടൻ ഷൗക്കത്തുമായുള്ള കടുത്ത പോരാട്ടം എന്തായാലും നിലമ്പൂരിൽ പ്രതീക്ഷിക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കുറച്ച് മാസങ്ങൾ മാത്രം കിട്ടുന്ന ഒരു MLA സ്ഥാനമാണെങ്കിൽ പോലും അത് അത്രയേറെ ആവേശത്തോടെ വീറോടെ തന്നെയാണ് ഇരു സ്ഥാനാർത്ഥികളും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിന്